ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു CSCB റാങ്കർ. വീഡിയോസൊക്കെ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക, വീഡിയോസ് നന്നായി കണ്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് നന്നായി പഠിക്കുക. നമ്മൾ സെക്ഷൻ 64 സബ്സെക്ഷൻ 3ഉം 4ഉം ആയിരുന്നു പഠിച്ചു നിർത്തിയത്. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൂ ഈസ് റിക്വയർഡ് ടു ഫർണിഷ് information regarding the transactions and working of the society? Answer: every present or past officer, employee, member or past member of the society. സൊസൈറ്റിയുടെ ട്രാൻസാക്ഷൻസും വർക്കിങ്ങും അവയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കേണ്ടതായി വന്നാൽ, ഓഡിറ്റ് സമയത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നാൽ ആരാണ് അതൊക്കെ കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവർ, ആരൊക്കെ ആവാം? ഒന്നാമതായിട്ട് ഓഫീസർ പോസ്റ്റിലിരിക്കുന്ന, നമ്മൾ പറഞ്ഞ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, അങ്ങനെ ഓഫീസേഴ്സിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. അതുപോലെ എംപ്ലോയീസ് ആകാം, മെമ്പറാകാം, അല്ലെങ്കിൽ പാസ്റ്റ് മെമ്പറാകാം. ഇവർ ആരുടെയെങ്കിലും കയ്യിലോ ആരുടെയെങ്കിലും കൈവശമോ ഇൻഫർമേഷൻസ് ഉണ്ട് എങ്കിൽ ഓഡിറ്റർ പറയുന്ന സമയത്ത് അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 2, ടു whom should such information be furnished? Answer: to the director or the person authorized by the government under section 63 subsection 3. സൊസൈറ്റിയുടെ ട്രാൻസാക്ഷനെ കുറിച്ചും വർക്കിങ്ങിനെ കുറിച്ചുമുള്ള ഇൻഫർമേഷൻ ആർക്കാണ് കൈമാറേണ്ടത്, ആരാണ് കൈമാറേണ്ടത് നമ്മൾ പഠിച്ചു. അപ്പോൾ ആർക്കാണ് അത് കൊടുക്കേണ്ടത്? ഓഡിറ്റ് നടക്കുന്ന സമയത്താണ്. അപ്പോൾ അത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആവാം, അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാര കൈമാറ്റം കിട്ടിയ ഗവൺമെൻറ് സെക്ഷൻ 63 സബ്സെക്ഷൻ 3 പ്രകാരം അധികാര കൈമാറ്റം കിട്ടിയ, ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത, ഓതറൈസ് ചെയ്തിരിക്കുന്ന വ്യക്തി, ഇവരിലേക്കാണ് ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഷുഡ് ബി ഫർണിഷ്ഡ്? ആൻസർ: ഇൻഫർമേഷൻ ആൻഡ് റെക്കോർഡ്സ് റിലേറ്റഡ് ടു ദി ട്രാൻസാക്ഷൻസ് ആൻഡ് വർക്കിംഗ് ഓഫ് ദി സൊസൈറ്റി. ഇനി എങ്ങനെയുള്ള ഇൻഫർമേഷനാണ് ഇവർ കൊടുക്കുന്നത്? എങ്ങനെയുള്ള ഇൻഫർമേഷനാണ്? ഇൻഫർമേഷൻ ആൻഡ് റെക്കോർഡ്സ് റിലേറ്റഡ് ടു ദി ട്രാൻസാക്ഷൻസ്, സൊസൈറ്റിയുടെ ദിനംപ്രതിയുള്ള ട്രാൻസാക്ഷൻസും അതുപോലെ വർക്കിങ്ങും, അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷനാണ് വേണ്ടതെങ്കിൽ, ഓഡിറ്റർക്ക് വേണ്ടതെങ്കിൽ അതാണ് കൊടുക്കുന്നത്. അതായത് വർക്കിങ്ങും ട്രാൻസാക്ഷനും സൊസൈറ്റിയുടെ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം 1 by 1 ആയിട്ട് ഇട്ടേക്കുന്നത് നമ്മൾ ആ കാര്യങ്ങളെല്ലാം നമ്മളുടെ തലയിൽ നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും തിരിച്ചും മറിച്ചുമൊക്കെ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത് കേട്ടോ. നമ്മളിത് പഠിക്കുമ്പോൾ വൃത്തിയായി പഠിച്ചു പോകണം, കംപ്ലീറ്റ് പഠിക്കണം. അപ്പോൾ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോസ് നന്നായി കാണുക, കേൾക്കുക, ഇതിലുള്ള നോട്ടൊക്കെ പറ്റുമെങ്കിൽ എഴുതിയെടുക്കുകയോ ഒക്കെ ചെയ്ത് വീണ്ടും വീണ്ടും വായിക്കാനും കേൾക്കാനുമുള്ള ഒരു മനസ്സ് കാണിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ വിച്ച് സെക്ഷൻ ഈസ് ദിസ് പ്രൊവിഷൻ മെൻഷൻഡ്? ആൻസർ: സെക്ഷൻ 64 സബ്സെക്ഷൻ 3. എന്താണ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 64 സബ്സെക്ഷൻ 3ലാണ് ഇത് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദി സൊസൈറ്റി? ആൻസർ: ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദി സൊസൈറ്റി. ഇവിടെ പറയുന്നത് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഉണ്ടാക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റുകളും ആരാണ് പ്രിപ്പയർ ചെയ്ത് ഓഡിറ്റിന് വേണ്ടി തയ്യാറാക്കേണ്ടത്? അത് ആരുടെ ഡ്യൂട്ടിയാണ്? ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണ് ഫിനാൻഷ്യൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക ഓഡിറ്റിന് വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചു, 1 മാസത്തിനുള്ളിൽ അത് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Within what time should the financial statements be prepared? Within 1 month from the date of close of the financial year. ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെ എത്ര സമയത്തിനുള്ളിലാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത്? അത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത് പ്രിപ്പയർ ചെയ്ത് മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. Before whom should the financial statements be submitted? Answer: before the managing committee. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആരുടെ മുന്നിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആർക്കാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ആരുടെ മുൻപിലാണ്? അത് മാനേജിംഗ് കമ്മിറ്റിക്കാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ മാനേജിംഗ് കമ്മിറ്റിയുടെ മുൻപിലാണ് വെക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To whom should the preparation of financial statements be reported? Answer: to the Director of Cooperative Audit or the person authorized by him. CEO അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് മാനേജിംഗ് കമ്മിറ്റിയുടെ മുൻപിൽ വയ്ക്കുന്നു. ഈ വിവരം അദ്ദേഹം ആരെയാണ് അറിയിക്കേണ്ടത്? അത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിനെ, അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ 63 സബ്സെക്ഷൻ 3 പ്രകാരം. അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻ കൈമാറേണ്ടതാണ് ഇങ്ങനെ മാനേജിംഗ് കമ്മിറ്റിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന വിവരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ വിച്ച് സെക്ഷൻ ഈസ് ദിസ് റിക്വയർമെൻറ്റ് സ്റ്റേറ്റഡ്? ആൻസർ: സെക്ഷൻ 64 സബ്സെക്ഷൻ 4. അപ്പോൾ സെക്ഷൻ 64(4) ഇങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിപ്പയർ ചെയ്ത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ മാനേജിംഗ് കമ്മിറ്റിയുടെ മുൻപിൽ വയ്ക്കണമെന്നുള്ളതും ആ ഇൻഫർമേഷൻ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിനെ അറിയിക്കണമെന്നുമുള്ള പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 64(4). ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തതായിട്ട് സെക്ഷൻ 64 സബ്സെക്ഷൻ 4A. It shall be the duty of the managing committee of every society to ensure the accuracy of financial and other statutory statements. It is the responsibility of the committee to submit the above statements for audit within 15 days from the date of receipt of the statements before the auditor as per KCS Amendment Act 2023. സെക്ഷൻ 64(4)(a) പറയുന്നു, മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് എല്ലാ സൊസൈറ്റികളുടെയും ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആക്യുറസി, കൃത്യത, അത് ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും ആക്യുറസിയോടുകൂടി കൃത്യതയോടും കൂടിയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്നുള്ള ഉറപ്പാക്കൽ അത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ മാനേജിംഗ് കമ്മിറ്റിയുടെ മുൻപിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസത്തിനകം അത് ഓഡിറ്റർക്ക് കൈമാറേണ്ടതാണ്. ഓഡിറ്റർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി, ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 ദിവസത്തിനുള്ളിൽ കൈമാറേണ്ടതാണ് എന്നുള്ളത് ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് 2023 അമെൻമെൻറ്റിൽ വന്നിരിക്കുന്ന കാര്യമാണ്. നെക്സ്റ്റ് പറയുന്നു, lapse on the part of managing committee in this regard will be considered as disqualification to hold office and they shall cease to be a member of the committee as may be prescribed. In such cases, to avoid administrative stalemate, the registrar may suo motu or on application from the Director of Cooperative Audit or by any person authorized in this behalf, appoint an administrator or an administrative committee consisting of not more than 3 persons who shall be from among the members of the society, one among them as convener, to manage the affairs of the society for a period not exceeding 6 months as may be prescribed in the order.
ഇവിടെ പറയുന്നു മാനേജിംഗ് കമ്മിറ്റി ഇങ്ങനെ ഓഡിറ്ററുടെ മുൻപിൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വെച്ചില്ല എങ്കിൽ അവർ ഡിസ്ക്വാളിഫൈ ആകും. അവർ പിന്നീട് ആ ഓഫീസിൽ മാനേജിംഗ് കമ്മിറ്റിയിലെ മെമ്പറായിരിക്കാനുള്ള അർഹത അവർക്കുണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഭരണസ്തംഭനം ഉണ്ടാവാതിരിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ രജിസ്ട്രാർ സ്വമേധയാലോ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ആപ്ലിക്കേഷൻ മുഖാന്തിരമോ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺ അദ്ദേഹം പറഞ്ഞിട്ടോ അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അപ്പോയിൻറ്റ് ചെയ്യും. ആ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ മൂന്ന് പേരിൽ കൂടാത്ത അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിലൊരാൾ കൺവീനറായിരിക്കും. അദ്ദേഹമായിരിക്കും സൊസൈറ്റിയുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആൾ. അദ്ദേഹം കൺവീനർ. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 6 മാസത്തിൽ കൂടാത്ത കാലാവധിയാണ്. നോട്ട് എക്സീഡിങ് 6 months. ഇത്രയുമാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, പ്രൊവൈഡഡ് ദാറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഷാൾ അറേഞ്ച് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ന്യൂ കമ്മിറ്റി or for entering upon office of the new committee as the case may be. ഇവിടെ ഇത് കൂടാതെ പറയുന്നതാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതും അവരുടെ ചുമതല ഏൽക്കുക. അതായത് പുതിയ കമ്മിറ്റിയെ രൂപീകരിക്കുക എന്നുള്ളത് ഈ അഡ്മിനിസ്ട്രേറ്ററുടെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയോ റെസ്പോൺസിബിലിറ്റിയാണ്. Next is section 64 subsection 4b. Within 45 days from the date of receipt of the audit report, the Director of Cooperative Audit shall issue an audit certificate to the concerned society with a copy of audit memorandum as per KCS Amendment Act 2023. അടുത്തതായിട്ട് സെക്ഷൻ 64(4)(b) പറയുന്നു, ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി ആരുടെ കയ്യിൽ? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ കയ്യിൽ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അതോടൊപ്പം ഓഡിറ്റ് മെമ്മോറാണ്ടവും സൊസൈറ്റിക്ക് ഏത് സൊസൈറ്റിയാണോ ആ സൊസൈറ്റിക്ക് കൈമാറിയിരിക്കണം എന്നുള്ളത് ലേറ്റസ്റ്റ് അമെൻമെൻ്റ് ആണ്. ഇനി ഇതിൻ്റെ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 64 സബ്സെക്ഷൻ 4a. മാനേജിംഗ് കമ്മിറ്റി മസ്റ്റ് എൻഷുർ ആക്യുറസി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ്. കമ്മിറ്റി മസ്റ്റ് സബ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ഓഡിറ്റ് വിതിൻ 15 days ഓഫ് റിസീവിംഗ് ദം. Lapse by managing committee leads to disqualification from office. Disqualified members cease to be part of the committee. To avoid administrative stalemate, registrar can intervene. Registrar may act suo motu or on application from Director of Cooperative Audit. Authorized person. Registrar may appoint an administrator or an administrative committee, maximum 3 members from the society. 1 member will be the convener. Tenure maximum 6 months as specified in the order. Administrator or committee must arrange formation of new committee or ensure it takes office. Section 64 subsection 4b. Within 45 days of receiving audit report, Director of Cooperative Audit shall issue audit certificate to the society along with the audit memorandum, and this is as per KCS Amendment Act 2023. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ വൈറ്റമിൻ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ ഐ സൈറ്റ് ഈസ്. ആൻസർ വൈറ്റമിൻ എ. നെക്സ്റ്റ്, മീനിങ് ഓഫ് ഓഫ് സ്പ്രിങ്. ആൻസർ യങ് വൺ, കുട്ടികളെയാണ് പറയുന്നത്, കുഞ്ഞുങ്ങളെ. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ റോങ് ടൈം. 25, 48, 81, 121, 169 ആൻഡ് 225. ആൻസർ 48 ആണ്. എങ്ങനെയാണ് കിട്ടിയത്?
ആദ്യത്തേത് 25 എന്താണ് 5ൻ്റെ സ്ക്വയറാണ്. അതുപോലെ 7ൻ്റെ സ്ക്വയറായ 49 ആയിരുന്നു അവിടെ വരേണ്ടത്, പകരം 1 കുറച്ചിട്ട് 48 ഇട്ടേക്കുന്നത്. അതുപോലെ ഒറ്റ സംഖ്യകളായി വരുന്ന 5, 7, 9, 11, 13, 15 ഇവയുടെ സ്ക്വയറാണ് ഇവിടെ കൊടുത്തേക്കുന്ന ഈ നമ്പേഴ്സ്. Now your turn to answer. Question number 1. The state having the longest coastal area in India is. Next, meaning of genial. Next, if the word knowledge is coded as LMPVMDEFF, the word orders is coded as dash. Leave your answer in the comment box and stay tuned for the next episode. Thank you.